ഇതോടെ വീട്ടിൽ പോയി ഫിലിപ്പ് ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ടീമിനെ വിളിച്ചിട്ട് ഒരു മലയാളി അസോസിയേഷന്റെ പരിപാടി പറയാൻ ഒരു പ്രോഗ്രാം വിളിക്കാൻ കേട്ടോ. അതുപോലെ എനിക്ക് എന്നെ കാണുന്ന സത്യം. അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ഒരു വ്യക്തിയുടെ വീട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ ഒരു കുഞ്ഞെത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒറ്റയ്ക്കെത്തുന്ന ഒരു കുട്ടിയല്ല ഇത്. ഫിലിപ്പ് മമ്പാട് ഹോട്ടലിൽ റൂം എടുത്തത് പോലീസ് ID ഉപയോഗിച്ച് കൊണ്ടാണ് എന്നാണ് ഈ റിപ്പോർട്ടുള്ളത്. പ്രധാനം നമുക്കറിയാം. അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെ ഭാര്യ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ പലർക്കും പല സംശയങ്ങളും തോന്നും. അതായത് ഈ ഫിലിപ്പ് മമ്പാട് 16 വയസ്സുകാരിയായ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ, അതായത് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ, നിങ്ങളത് അറിഞ്ഞില്ലയോ എന്നൊരു ചോദ്യം വരും. ഈ വാർത്തയിൽ ഈ ഭാര്യ പറയുന്നതിനനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഈ പീഡനം നടന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി പറയുന്ന പ്രകാരമാണെങ്കിൽ രാത്രിയിൽ മുറിയിലേക്ക് വരാനൊക്കെ ക്ഷണിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ രാത്രിയിൽ മുറിയിലേക്ക് വരുന്ന സമയത്തും നിങ്ങൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യവും പലരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒഫീഷ്യൽ ട്രെയിനർ ആയിട്ടും ഹാപ്പിനെസ് സെന്ററിന്റെ പല വിഷയങ്ങളുമായിട്ട് ഗസ്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സുഹൃത്താണല്ലോ എന്നുള്ള ചോദ്യങ്ങൾ നിലവിലുണ്ട്. നമ്മൾ ഇത് ഒരു ഇരയാക്കപ്പെട്ട കുട്ടിക്ക് എതിരൊന്നുമല്ല, നമ്മൾ തീർച്ചയായിട്ടും ഇരയ്ക്കൊപ്പം തന്നെയാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇരയാക്കപ്പെട്ട കുട്ടിയോടൊപ്പം തന്നെയാണ്. അതും 16 വയസ്സുകാരിയായ ഒരു 10ാം ക്ലാസ്സുകാരി ആകുമ്പോൾ ആ കുട്ടിയോടൊപ്പം തന്നെ ആയിരിക്കണം നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ കൂടുതൽ പേരും ആ കുട്ടിയോടൊപ്പം നിൽക്കുന്നത്. മാഡത്തിനെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞങ്ങളിപ്പം പുരുഷ കമ്മീഷൻ മാഡത്തിന്റെ സഹായം പല കാര്യങ്ങളിലും തേടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് വർക്ക്ഷോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ആൾക്കാർക്ക് എത്തിക്കാൻ. ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒഫീഷ്യൽ ട്രെയിനർ ആയിട്ടും ഹാപ്പിനെസ് സെന്ററിന്റെ പല വിഷയങ്ങളുമായിട്ട് ഗസ്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സുഹൃത്താണല്ലോ എന്നുള്ള ചോദ്യങ്ങൾ നിലവിലുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്, മറ്റുള്ളവർക്കിടയിലുണ്ട്. നമ്മൾ ഇത് ഒരു ഇരയാക്കപ്പെട്ട കുട്ടിക്ക് എതിരൊന്നുമല്ല, നമ്മൾ തീർച്ചയായിട്ടും ഇരയ്ക്കൊപ്പം തന്നെയാണ് ഇരയാണെങ്കിൽ. എന്നാൽ അതേ സമയത്ത് അണ്ടർ 18 എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയല്ലല്ലോ ഇത്. ഇവരെന്താണ് ഈ പറയുന്നത്? 16 വയസ്സുകാരി എന്ന് പറയുന്നത് കുട്ടിയല്ലേ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കുട്ടിയെന്നല്ലേ പറയുന്നത്? അല്ലാതെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്ത്രീ എന്നാണോ പറയുന്നത്? ഇവരെന്താണ് സ്ഥാപിക്കാൻ നോക്കുന്നത്? അതായത് ഈ 16 വയസ്സുകാരി എന്ന് പറയുന്നത് കുട്ടിയല്ല, ആ പെൺകുട്ടി മുതിർന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ചേച്ചിയുടെ ഉദ്ദേശം എന്താണെന്ന്. ഒരു വ്യക്തിയുടെ വീട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ ഒരു കുഞ്ഞെത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒറ്റയ്ക്കെത്തുന്ന ഒരു കുട്ടിയല്ല ഇത്. കാരണം ആ പെൺകുട്ടിക്ക് എല്ലാം അറിയാമായിരുന്നു, അത് മുതിർന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ ചെയ്യുന്ന ഒരു പറച്ചിലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ഒന്ന് ആലോചിച്ചാൽ മതി, 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു കുട്ടിയായിട്ടാണ് അവിടെ ചെല്ലുന്നത്, അല്ലാതെ ഒരു പുരുഷനായിട്ടോ സ്ത്രീയായിട്ടോ അല്ല സ്കൂളിൽ ചെല്ലുന്നത്. അങ്ങനെയുള്ളപ്പോൾ 10ാം ക്ലാസ്സുകാരിയായ ഒരു 16 വയസ്സുകാരിയെ മുതിർന്ന കുട്ടിയാക്കാൻ ശ്രമിക്കുന്ന ഈ ചേച്ചിയുടെ ഈ നിലപാട്, അത് ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാനല്ല, ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തിയെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് പലരും ന്യായീകരിക്കുന്നത്. ഒരുപക്ഷെ ഈ പെൺകുട്ടി 18 വയസ്സ് കഴിഞ്ഞിരുന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ സമ്മതപ്രകാരമാണ് എല്ലാം ചെയ്തതെന്നും കൂടെ പറഞ്ഞാനേ. അങ്ങനെയാണ് ഇപ്പോൾ പലതും പറയുന്നത്. ചില കേസുകളൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കാം. ഭർത്താവ് ഉള്ളപ്പോൾ മറ്റൊരുത്തനുമായിട്ട് പോയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിനെയൊന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് അങ്ങനെയുള്ള സംഭവമല്ല. ഇതൊരു 16 വയസ്സുകാരി, ഒരു പെൺകുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി എവിടെയാണ് തൻ്റെ പരാതി പറഞ്ഞത്? ചൈൽഡ് വെൽഫെയറിലാണ്. അങ്ങനെയെങ്കിൽ ചൈൽഡ് വെൽഫെയർ എന്തിനാ ആ കുട്ടി പറഞ്ഞത് കേൾക്കണം? അത് കുട്ടിയായിട്ടല്ലേ? അവിടേക്ക് ചേച്ചിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞത് മുതിർന്ന കുട്ടിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പ്രവണത, അത്രയേ ഉള്ളൂ. പിന്നെ ആ കുട്ടിയുടെ ഡിസേബിലിറ്റിയോ അല്ലെങ്കിൽ ഭിന്നശേഷി എന്ന് പറയുന്നതോ അല്ല. എന്തിനാണ് ഈ കുട്ടി എന്ന് പറയുന്നത്? സ്ത്രീ എന്ന് പറയൂ. നിങ്ങൾ അങ്ങനെയല്ലേ വരുത്തി തീർക്കാൻ നോക്കുന്നത്? അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഒറ്റയ്ക്കുള്ള കുട്ടി എന്നൊക്കെ പറയുന്നത്? ഒറ്റയ്ക്കുള്ള ഒരു സ്ത്രീ എന്ന് പറയൂ, അതല്ലേ കുറച്ചും കൂടെ നല്ലത്? അതോ നേരത്തെ പറഞ്ഞ പ്രസ്താവന മാറ്റി വായിൽ നിന്ന് അറിയാതെ വീണതാണോ എന്ന് അറിയത്തില്ല. 16 വയസ്സായ സ്ത്രീ എന്ന് പറയൂ. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറയും ആളുകൾ. ഇനിയിപ്പോൾ 18 വയസ്സായ തന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി, അല്ലാതെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയാറില്ല. അത് 18 വയസ്സ് കഴിഞ്ഞാൽ പോലും. ഇവിടെയൊക്കെ അതിജീവിതയുടെ ഒപ്പമാണെന്ന് പറയുകയും ചെയ്യും. പക്ഷെ മറ്റുള്ള ജനങ്ങളിലേക്ക് അവരുടെ കുറ്റങ്ങൾ എടുത്തു കാണിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഇങ്ങനെ ഉണ്ടായത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും. അതാണ് ഈ അതിജീവിതയുടെ കൂടെ എന്ന് പറഞ്ഞ് ആദ്യം തുടങ്ങുന്നത്. അല്ലെങ്കിൽ അതുമായി മാനസികമായിട്ടുള്ള പിരിമുറുക്കം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് എടുത്തിട്ടായിരിക്കും അടുത്ത വിവാദം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതെ, ചേച്ചി നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എങ്ങനെ കുട്ടിയെ പ്രായപൂർത്തി ഒരാളാക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്.
പക്ഷെ ചേച്ചി വിചാരിക്കുന്നത് ഞങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ല എന്നാണ്. ഇതിൽ തന്നെ ഈ ചേച്ചിക്ക് തോന്നുന്നുണ്ട് ഇത് വിവാദമാകാം, പറഞ്ഞ പ്രസ്താവനകൾ വിവാദമാകാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. കാരണം എന്താണ്, ഇവർ പറയുന്നതിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് ഇവർക്ക് തന്നെ അറിയാം. ഒരുപക്ഷെ ചിലപ്പോൾ ഫിലിപ്പ് മാമ്പാടിനോടുള്ള സൗഹൃദം മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ജനങ്ങൾക്കത് മനസ്സിലായില്ല എന്നാണ് ചേച്ചി വിചാരിച്ചിരിക്കുന്നത്. സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാൻ പറയുന്നത് റീസെന്റ് ആയിട്ട് നടന്നത് 2022 അല്ല, കഴിഞ്ഞ കാലയളവിൽ നടന്നത്. കൃത്യമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വൈഫിനായിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. അല്ല, എനിക്കറിയാൻ വയ്യ 2022 കാര്യം എന്താണ് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പും ഇതുപോലുള്ള കേസുകൾ ഉണ്ടായിരുന്നോ? ഇപ്പോൾ പല വോയിസ് റെക്കോർഡുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഹോമോസെക്ഷൽ, അതുപോലെ തന്നെ പരസ്ത്രീ ബന്ധം, അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, അതിലൊന്നും കംപ്ലൈൻറ്റും ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് കംപ്ലൈൻ്റ് ഉണ്ട്, അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഇടയ്ക്ക് സംഭവിച്ചതാണ്, അല്ലാതെ 2022 സംഭവിച്ചതല്ല. അതിനോടൊപ്പം തന്നെ ചർച്ചകളിൽ വരുന്ന മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ വൈഫും മറ്റുള്ളവരൊക്കെ വളരെ മോശമായിട്ടുള്ള ബിഹേവിയർ കാരണം. അദ്ദേഹത്തിന്റെ വൈഫാണ് മുഴുവൻ നീളം ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. അത് അഡ്വക്കേറ്റ് അടക്കം എൻ്റെ അടുത്ത് സംസാരിച്ചതാണ്. അതെ, ഈ കേസ് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ മകളും മകളുടെ അമ്മയും എല്ലാം ഇദ്ദേഹത്തിന്റെ കേസിന്റെ പിന്നാലെ ആയിരുന്നു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് അദ്ദേഹം ഡിവോഴ്സ് ആയിരുന്നു, അതുപോലെ തന്നെ ഈ കേസ് വരുന്നതിന് മുമ്പ് അവർ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യവും വരുന്നുണ്ട്. അവരെ അറിയാവുന്നവർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾ പറഞ്ഞത് ആ കുടുംബം കൂടെ ഇല്ല എന്ന്. അതിനെ ഒരു വലിയ തെറ്റായിട്ടൊന്നും പറയാൻ കഴിയത്തില്ല. കൂടുതൽ ചതഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ ആയിരിക്കും കുഴപ്പം. ഇപ്പോൾ പലരും അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഡിവോഴ്സായി പോയി, ഭാര്യയല്ല, അവരിവിടെയല്ല താമസിക്കുന്നത്, പല പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നുണ്ട്. അതും പോരാഞ്ഞ് അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്കിടയിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നത് സ്വാഭാവികമെന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്തോട്ടെ. അങ്ങനെ വാർത്തകൾ ചിലർ ആദ്യം ഘട്ടത്തിൽ പടച്ചു വിടുന്നുണ്ടായിരുന്നു. വൈഫ് മാറി നിൽക്കുകയാണ്, വൈഫ് വരെയാണ്. അങ്ങനെയല്ല, ഞാൻ വൈഫിനോട് സംസാരിച്ചിരുന്നു. വൈഫ് ശക്തമായി ഇദ്ദേഹത്തിന് പിന്തുണയും മറ്റും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ വെറും നിറം പിടിപ്പിച്ച കഥകളാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കഥകളാണ് ബാക്കിയുള്ളവർ അടിച്ചിറക്കുന്നത്. ഇവിടെ പലരും വൈഫ് മാറി നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞത് ഈ കേസ് വരുന്നതിന് മുമ്പ് വരെ അവർ അവിടെ ഇല്ലായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് കേസ് വന്നതിന് ശേഷമാണ് അവർ പ്രത്യക്ഷത്തിൽ വന്നതെന്നും ഇപ്പോൾ പലരും പറയുന്നത്. അവിടെയൊക്കെ ചിന്തിക്കേണ്ടത് ആ 16 വയസ്സുകാരിയായ ആ പെൺകുട്ടി ആ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ അമ്മയും വേലക്കാരും സുഹൃത്തുക്കളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലാതെ വേറെ ആരും അവിടെ ഇല്ലായിരുന്നു എന്നാണ് ആ 16 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നത്. അല്ല, ഏതൊരു വീട്ടിനകത്തും ഒരു വീട്ടിനകത്ത് ഫുൾ ടൈം പുരുഷനും സ്ത്രീ ഒന്നിച്ചിട്ടല്ലല്ലോ. പിണക്കങ്ങളും ഇണക്കങ്ങളും തന്നെയാണത്. അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അതെ, അവരെ കുറ്റം പറയുന്നില്ല, അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇണക്കങ്ങളും ഉണ്ടാകും, പിണക്കങ്ങളും ഉണ്ടാവും. പക്ഷേ 16 വയസ്സുകാരിയായ ഒരു കുട്ടിയെ മുതിർന്ന ഒരു സ്ത്രീയാക്കാൻ ശ്രമിക്കുന്ന രീതി ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ നിലവിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണോ, ഇവർ ഡിവോഴ്സ് ആയോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിന് ചിലർ മറുപടിയും പറയുന്നുണ്ട്. അതും നമുക്ക് കേട്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സെബാസ്റ്റ്യൻ വർക്കി. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഇതിനപ്പുറത്തേക്കുള്ള മറ്റു ചില സത്യങ്ങളാണ്. ഞാൻ നേരിട്ട് കണ്ട് കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതെ, ഞങ്ങള് വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. പച്ചക്കള്ളം അതെ, വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജാമ്യത്തിലുള്ള കാര്യങ്ങള് ഇപ്പോൾ ഈ ഇസ്ര ഡോളി എന്ന് പറയുന്ന ഈ സ്ത്രീ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് കൃത്യമായിട്ട് പോലീസിനെ അന്വേഷിച്ചാൽ മനസ്സിലാവും. കാരണം ഇവർ വിവാഹിതരായത് 2002 അതിനുശേഷം 2020 ഓഗസ്റ്റ് മാസം മുതൽ ഇവർ സെപ്പറേറ്റഡ് ആണ്. അത് ഒഫീഷ്യൽ രേഖകൾ പോലീസ് പരിശോധിച്ചാൽ അത് മനസ്സിലാവും. ഇവിടെ ഇദ്ദേഹം പറയുന്നത് അവർ സെപ്പറേറ്റഡ് ആണ് എന്നാണ്. അങ്ങനെയെങ്കിൽ അത് പോലീസ് അന്വേഷിച്ചാൽ മനസ്സിലാവും ഇവർ പറയുന്നത് കള്ളത്തരമാണോ ശരിയാണോ എന്ന്. അതായത് മാധ്യമങ്ങളിലൂടെ വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉണ്ടാവുന്നത്. ഇപ്പോഴും ഭാര്യയാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ല, ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അതായത് ഞങ്ങൾ 23 വർഷം ഒരുമിച്ചാണ് താമസിച്ചത്, ചില കുടുംബ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ പലരും അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് ഇപ്പോൾ കേസ് വന്നതുകൊണ്ട് മാത്രമാണ് രംഗത്ത് വന്നതെന്നാണ്. അവിടെയൊക്കെ അവർ 23 വർഷമായിട്ട് ഒരുമിച്ചാണ് താമസിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ തന്നെ ആ പെൺകുട്ടിയെ അവിടെ കൊണ്ടുവന്നപ്പോൾ ഇവർക്കറിയാമായിരുന്നു, ആ പീഡനം നടന്നപ്പോഴെല്ലാം ഇവർ അവിടെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല.
ഒരു പക്ഷേ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി കുടുംബം ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കാം. അതിനെ വലിയ കുറ്റമൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. എതിർഭാഗത്ത് നിൽക്കുന്നത് ഒരു 16 വയസ്സുകാരിയായ കുട്ടിയാണ്. ആ കുട്ടി എന്തുമാത്രം മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടായിരിക്കും അവിടെ കഴിഞ്ഞതെന്നും അദ്ദേഹം എന്തൊക്കെ ചെയ്തെന്നും എല്ലാം ആ കുട്ടിയുടെ സുഹൃത്തുക്കൾ തന്നെ ഇപ്പോൾ വന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിൻ്റെ വേദന എന്ന് പറയുന്നത് ആ പെൺകുട്ടി അനുഭവിച്ച പീഡനങ്ങളോളം വരില്ല എന്നുള്ളതാണ് ഓർക്കേണ്ടത്. പിന്നെ ഇവര് ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. വിവാഹമോചിതരായവർ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് നിയമമില്ല. ഇവർ വിവാഹമോചനം നേടിയിട്ടുള്ളവരാണ് ഇവർ രണ്ടുപേരും. അപ്പോ ഇവർ വിവാഹമോചനം നേടിയത് 2024 സെപ്റ്റംബർ മാസത്തിലാണ്. ഈ സെപ്റ്റംബർ മാസത്തിൽ വിവാഹമോചനം നേടിയതിനു ശേഷം ഇപ്പോൾ ഇന്ന് ഇത്രയും കാലം കൂടെ ഇല്ലായിരുന്ന ഈ സ്ത്രീ ഇന്ന് വന്നിട്ട് പറയുന്നു അവർ ഒരുമിച്ചാണ് ജീവിക്കുന്നത് എന്ന്. പ്രധാനമായിട്ടും എനിക്കും ഈ കുടുംബം കൂടെയില്ല എന്നുള്ള വ്യാപകമായ പ്രചരണം കാണുന്നു. അത് തെറ്റാണെന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഈ വക്കീൽ പറയുന്നത് പച്ചക്കള്ളമാണ്, 100% പച്ചക്കള്ളമാണ്. കുടുംബം കൂടെയില്ല എന്ന് ജനം പറയുന്നു. അതാണ് സത്യം. കുടുംബം കൂടെ ഉണ്ടായിരുന്നില്ല. ഏതാനും ഈ പറഞ്ഞ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ അറിവ് വെച്ച് കൃത്യമായിട്ട് എന്റെ അറിവിൽ കിട്ടിയത് ഈ ഫിലിപ്പ് മമ്പാട് അറസ്റ്റിലായതിനു ശേഷമാണ് ഈ സ്ത്രീ ആ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് ഫിലിപ്പ് മാമ്പാടിനെ രക്ഷിക്കാൻ വേണ്ടി കുടുംബത്തിൻ്റെ ഒരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഡിവോഴ്സ് ആയെങ്കിൽ തന്നെ ഒരുമിച്ച് കഴിയുന്നതിൽ തെറ്റൊന്നും പറയാൻ കഴിയത്തില്ല. അങ്ങനെ കഴിയുന്നുണ്ടോയെന്നും അറിയത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ മകൾ അമ്മയെ കൂട്ടിക്കൊണ്ടു വന്നതാണോ എന്നും അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ഫിലിപ്പ് മാമ്പാടിൻ്റെ കൂടെ കുടുംബം ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അതല്ല എന്ന് പറയാൻ കഴിയത്തുമില്ല. പക്ഷെ മുമ്പുണ്ടായിരുന്നു എന്നുള്ളത് അറിയത്തില്ല. അതാണ് ജനങ്ങൾ പറയുന്നത് ഇതിന് മുമ്പ് ഫാമിലിയുടെ സാന്നിധ്യം ഇല്ലായിരുന്നു എന്ന്. അതായത് ഇപ്പോൾ കുടുംബം വന്നതുകൊണ്ട് മുമ്പ് ഉണ്ടാവണമെന്നില്ല. അതാണ് പലരും ഉദ്ദേശിച്ചതും. ആ സമയത്താണ് ഈ പീഡനം നടന്നതെന്നുമാണ് പറയുന്നത്. ഒരു വിധത്തിൽ ചിന്തിച്ചാൽ ഈ ഫിലിപ്പ് മമ്പാടും ഈ പറയുന്ന സ്ത്രീയും കൂടി ചേർന്നുള്ള ഒരു വലിയ ഡ്രാമയല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഫിലിപ്പ് മമ്പാടും ഈ സ്ത്രീയും കൂടെ ചേർന്നുള്ള ഡ്രാമയാണെന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ ഇപ്പോൾ കുറേ കഥകൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു തെളിവൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. ഇവിടെയൊക്കെ ഫിലിപ്പ് മാമ്പാട് ചെയ്ത കുറ്റമെല്ലാം ഫാമിലിയുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയായുള്ള കാര്യമല്ല. ഇപ്പോൾ അങ്ങനെയും കുറേ പേര് വരുന്നുണ്ട്. ഇവരെക്കുറിച്ച് അന്വേഷിക്കണം, ഇവരുടെ ജോലി എന്താണെന്ന് അന്വേഷിക്കണം എന്ന രീതിയിലൊക്കെ വരുന്നുണ്ട്. ഇവിടെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇവിടെ ഒരു കേസേ അല്ല. ഇവിടുത്തെ പ്രധാന കേസ് എന്ന് പറയുന്നത് ആ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അതിൽ ഫിലിപ്പ് മാമ്പാടിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഈ കുടുംബത്തിൻ്റെ കാര്യം പറയുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ കുടുംബത്തിൻ്റെ പിന്നാലെ പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഇനി മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതുവരെ അങ്ങനൊരു കേസും വന്നിട്ടില്ല. ഈ സ്ത്രീ ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ ബിസിനസ് എന്താണെന്ന് ശരിക്കും പോലീസ് ഒന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചു കഴിയുമ്പോൾ സമൂഹം അന്തം വിട്ടുപോകുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. ഇവിടെ എന്താണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്കൊരു ബിസിനസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ ബിസിനസ്സിൻ്റെ പിന്നാലെ ആയിരുന്നു എന്ന് കുടുംബം പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നത്. ഒരുപക്ഷെ അവർ ചെയ്യുന്ന ബിസിനസ്സിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നോ ഇല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഇവിടുത്തെ പ്രധാന വിഷയമല്ല. അതിലെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉള്ളപ്പോൾ മാത്രമാണ് അതൊരു വിഷയമായി മാറുന്നത്. അല്ലാത്ത പക്ഷം അവരെന്ത് ചെയ്യുകയായിരുന്നുള്ളത് ഇവിടെ ഈ കേസുമായിട്ട് ബന്ധിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവർ കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് തെളിയിക്കേണ്ടതാണ്. അതായത് ആ പെൺകുട്ടിയുള്ള സമയത്തും ഇവർ അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളത് അത് തെളിയേണ്ടതാണ്. ഈ സ്ത്രീ മറ്റൊരു പുരുഷന്റെ ജീവിതം കൂടി തകർത്തിട്ടല്ലേ ഇപ്പൊ ഈ ഡ്രാമ ഈ ഒരു വീഡിയോ ചെയ്തത് എന്ന് ഞാൻ ചോദിക്കട്ടെ. അല്ലെന്ന് പറയാൻ പറ്റുമോ? ആ മകൾക്ക് പറയാൻ പറ്റുമോ? അവിടെയൊക്കെ പറയാൻ ഒന്നേ ഉള്ളൂ. മറ്റൊരു പുരുഷൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ മറ്റൊരു പുരുഷനെ ചതിച്ചെന്ന് പറയാൻ കഴിയത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു കംപ്ലൈൻറ്റും ഇല്ല, അയാൾക്കൊരു പരാതിയില്ലെങ്കിൽ അയാളെ ചതിച്ചെന്ന് ജനങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഒരുപക്ഷെ ഈ ഒരു കേസ് വന്നതോടുകൂടി തന്നെ ഫിലിപ്പ് മാമ്പാടിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഡിവോഴ്സ് ആയത് എന്നുകൂടി ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ മറ്റൊരു പുരുഷൻ്റെ കാര്യവും പല കാര്യങ്ങളും ഇപ്പോൾ രംഗത്ത് വരുന്നത്. അവിടെയൊക്കെ ചിന്തിക്കേണ്ടത് നിലവിലുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഈ 16 വയസ്സുകാരെ പീഡിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ മറ്റൊരു പുരുഷനെ ചതിച്ചു എന്നുള്ളതൊന്നും ഇവിടെ ഒരു കേസായിട്ട് വന്നിട്ടില്ല. ഈ സ്ത്രീ ബിസിനസ് എന്ന് പറഞ്ഞ് പോയിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാണ് ഫിലിപ്പിന്റെ അടുത്ത് പോയിട്ടുള്ളതെങ്കിൽ അത് സത്യമാണ് എന്ന് ആരും വിശ്വസിക്കേണ്ടതില്ല. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് ആ കുടുംബത്തിന്റെ തുറന്നു പറച്ചിൽ പലർക്കും വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളിൽ പലതും കള്ളമുണ്ടെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം
പലരും ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുന്നതും രൂക്ഷമായിട്ട് വിമർശിക്കുകയും ചെയ്യുന്നത്. അവിടെ കുടുംബം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം. എന്നാൽ അത് സംശയത്തിൻ്റെ നിലയിലേക്കാണ് ഇപ്പോൾ പല കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഫിലിപ്പ് മാമ്പാട് എന്ന് പറയുന്ന വ്യക്തി അത്ര നല്ല വ്യക്തിയല്ല എന്നാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. പല പല കുൽസിത ചാറ്റുകളും അതുപോലെ തന്നെ വോയിസും ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ കേട്ടുകൊണ്ട് തന്നെ ആയിരിക്കണം എന്തുകൊണ്ടാണ് ഇവർ സെപ്പറേറ്റ് ആയത് എന്നുള്ളതൊക്കെ ചിന്ത വരുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു കുൽസിത ഓഡിയോ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതും കൂടെ കേട്ടു നോക്കാം. നാളെയല്ല എന്നെ വിളിക്കണം, എന്നിട്ട് നീ കിടന്നാൽ മതി. എന്നെ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരികയല്ല. നീ ഇങ്ങോട്ട് സ്നേഹിക്കണ്ട, ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചു. എനിക്കതല്ലേ ബുദ്ധിമുട്ട്. എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാലോ. നിന്റെ വാട്സപ്പ് നോക്കൂ, എന്നെ ഇഷ്ടമാണ്. അതെന്നെ ഒത്തിരി ഇഷ്ടമാണ്. എന്താ പിന്നെ പണി? ഞാൻ ഫോൺ വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റുമെങ്കിൽ പറയടി. ഞാൻ വരുന്നുണ്ട് പിന്നെ എന്തായാലും വരും. എന്റെ കുട്ടിയുടെ അടുത്ത്, കുഞ്ഞിന്റെ അടുത്ത്. എന്റെ കുഞ്ഞിനെ കാണാതെ വരണേ. ഓക്കെ പൊന്നെ, നീ എവിടെ വിളിച്ചു? ഞങ്ങളുടെ കുഞ്ഞെ സംഭവിക്കില്ല. എല്ലാ കഷ്ടപ്പാടും തമ്മിൽ മാറ്റം. എന്റെ ജീവനാണ്. കാത്തിന്റെ നോക്കുന്നുണ്ട്. ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ഞാൻ കഴിച്ചു. നീ കഴിച്ചോ? അച്ചായ വന്നോ? എന്തൊക്കെയാ ശേഷം? പ്രോഗ്രാം ദുബായിൽ സെറ്റ് ചെയ്യോടെ. പ്രോഗ്രാം പേരുമായൊന്നും പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു പരിപാടി. അവിടെ എന്തെങ്കിലും നമുക്ക് അറിയുന്ന ടീമിനെ വിളിച്ചിട്ട് ഒരു മലയാളി അസോസിയേഷന്റെ പരിപാടി പറയേ ഒരു പ്രോഗ്രാം വിളിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് ഇതിനെ കാണണം സത്യം. ഈ ഒരു വോയിസ് കൂടി വന്നത് മുതലാണ് പലരും ഫിലിപ്പ് മാമ്പാടിനെ കുറിച്ച് തുറന്നു പറയാൻ തുടങ്ങിയത്. അതായത് അദ്ദേഹം പലരുമായിട്ടും ബന്ധമുണ്ടായിരുന്നെന്നും അത് പല പ്രശ്നങ്ങളും ഉണ്ടായി എന്നും അതുകൊണ്ട് തന്നെയാണ് ഈ ഓഡിയോ പുറത്തായതെന്നൊക്കെയാണ് പറയുന്നത്. അതൊരു തെറ്റായിട്ട് പറയുന്നില്ല, അതുകൊണ്ട് ഒരു കുറ്റവുമല്ല. പക്ഷേ അതിൻ്റെ കൂടെ ഈ 16 വയസ്സുകാരിയുടെ പീഡനവും കൂടെ വന്നപ്പോൾ അതിനെ ന്യായീകരിച്ച് സംസാരിക്കുന്ന ആരായാലും അവരെ വിമർശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തിനും വിമർശനം കേൾക്കേണ്ടി വന്നത്. അവിടെ ആ കുടുംബം പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതിൽ പലതും കള്ളത്തരമായിരുന്നു എന്ന് അവരെ അടുത്തറിയാവുന്നവർ തന്നെ രംഗത്തൊന്ന് പറയുകയാണ്. എന്തായാലും അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. വലിയ പ്രചാരണങ്ങളാണല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ. കുടുംബം കൂടെയുണ്ട് എന്ന് തന്നെ ഒരു വലിയ സന്ദേശമാണോ നൽകുന്നത്? അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ഈ പറഞ്ഞതിലാണ് ഏറ്റവും വലിയ വിമർശനം കേൾക്കേണ്ടി വന്നത്. ഒരുമിച്ച് താമസിക്കുമ്പോൾ ഇങ്ങനൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നത് അറിഞ്ഞില്ലയോ? അതൊരു ചോദ്യമാണ്. അപ്പോൾ ആ പീഡനം നടന്നപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? അത് രണ്ടാമത്തെ ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ പീഡനത്തെക്കുറിച്ച് അറിയാമായിരുന്നോ? അത് മൂന്നാമത്തൊരു ചോദ്യമാണ്. അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളും വിമർശനങ്ങളുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് നിയമപരമായിട്ടുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. അതെ, വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജാമ്യത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കോടതി പിന്നീട് തീരുമാനിക്കട്ടെ. ഇപ്പം ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. ഇവിടെ ഈ അവസരത്തിൽ കുടുംബത്തെ അങ്ങേയറ്റവും കുറ്റം പറയാൻ കഴിയത്തില്ല. കാരണം ഫിലിപ്പ് മാമ്പാടിൻ്റെ കുടുംബമാണ്. ഏതൊരവസ്ഥ വന്നാലും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കുടുംബം അദ്ദേഹത്തിൻ്റെ കൂടെയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയായിരിക്കും ഇത് ചെയ്തത്. അതൊരു വലിയ തെറ്റാണെന്നൊന്നും പറയാൻ കഴിയത്തില്ല. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ കേസ് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷേ ഓർക്കുക, എതിർഭാഗത്ത് നിൽക്കുന്നത് ഒരു കുട്ടിയാണ്. ആ കുട്ടി അനുഭവിച്ച പീഡനങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് ആ പെൺകുട്ടിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് ആ പെൺകുട്ടി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ആ പെൺകുട്ടിയെ മോശമാക്കാനും അതുപോലെ തന്നെ ആ പെൺകുട്ടി മുതിർന്ന കുട്ടിയാണ് എന്ന് പറയുന്നതും ഒക്കെ ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇനി ആരെങ്കിലും അതൊരു മുതിർന്ന സ്ത്രീയാണെന്ന് വരുത്തി തീർക്കാൻ നോക്കുകയാണെങ്കിൽ തന്നെ അതിനെ ജനങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.